ജോണേ, പറയൂ. ഒരു 33 വർഷമായി നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇല്ലേ? കണക്ക് സൂക്ഷിച്ചിട്ടില്ല. ഏതാണ്ട് ചാമരത്തിൻ്റെ ഒക്കെ മുമ്പായി. ചാമരത്തിനൊക്കെ വളരെ മുമ്പ്, അത്ര 2-3 വർഷം മുമ്പെങ്കിലും. 2 വർഷം മുമ്പ് മാക്സിമം. കിത്തോൻ്റെ അവിടെ നമ്മുടെ ഒരു വൈകുന്നേരം കൂടുന്നൊരു സ്ഥലമായിരുന്നല്ലോ. എല്ലാവരും ഉണ്ടായിരുന്നു. ഡെന്നിസും കിത്തോയും ജോണും ഞാനും പിന്നെ ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അവിടെ തുടങ്ങി ഇപ്പം ഇവിടെ എത്തി നിൽക്കുക നമ്മൾ. അതെ, നിന്നു എന്ന് പറയണ്ട, അല്ല നമ്മളിവിടെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, മലയാളത്തിലെ ഒരുപാട് വ്യത്യാസങ്ങൾക്ക് നമ്മൾ കാരണമായി, കാണിയായി. അതെ, സംഘടനാതലത്തിൽ മാക്ട എന്നുള്ള ഒരു സംഘടന രൂപീകരണത്തിനും എല്ലാത്തിനും നമ്മൾ സാക്ഷികളായി. അതിന്ന് വളരെ വലുതായി. ആ സംഘടന പിന്നെയും വലുതായി. അതിന് വേറെ സംഘടനകളുണ്ടായി. അതിൽ നിന്ന് വേർപിരിഞ്ഞ് വേറെ വലിയ സംഘടനയായി ഒരുപാട് സംഘർഷമുണ്ടായി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അത് ശാന്തമാണ് അല്ലേ? സിനിമ നമുക്ക് ജീവിതത്തിലും ഉണ്ടായി ഒരുപാട്. ഇതിൽ മാത്രമല്ല, ഓർക്കുമ്പോൾ ഒരു രസം. പാവം നമ്മൾ ആദ്യമായിട്ട് കൂട്ടുചേർന്ന സിനിമ ഭരതൻ ശ്യാമൻ. ഭരതൻ എന്നില്ല നമ്മുടെ കൂടെ. എൻ്റെ പ്രൊഡ്യൂസർ അപ്പച്ചനുണ്ട്, അതിലെ ഹീറോ ഉണ്ട് പ്രതാപോത്തൻ. ഇപ്പോൾ വീണ്ടും സജീവമായി പ്രതാപോത്തൻ. സെറീന വഹാബ് സജീവമായി, അതിനകത്ത് ഹീറോയിൻ. വേണുചേട്ടനുണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. അതിനൊക്കെ മുമ്പും ഞാൻ സ്വാമിയെ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത് സിനിമയുടെ എല്ലാ മേഖലകളിലും സർവ്വവ്യാപിയായി നിറഞ്ഞു നിന്നിരുന്ന ഒരു സൗഹൃദ സാന്നിധ്യം എന്നുള്ള നിലയാണ്. കാർട്ടൂണിസ്റ്റ് തോമസിൻ്റെയും വിപിൻദാസിൻ്റെ വിപിൻദാസാണ് സിനിമയിലേക്ക് എനിക്കൊരു. തോമസ് സ്വാമിക്ക് ഒരു പുതിയ ഇനീഷ്യൽ ഇട്ടിരുന്നു, CK സ്വാമി എന്ന്. സിനിമ കണ്ടുപിടിച്ച സ്വാമി എന്നാണ്. എന്തിനെക്കുറിച്ചും ആധികാരികമായി അഭിപ്രായം പറയുന്ന സ്വാമി എന്ന അർത്ഥത്തിൽ. മണിമുഴക്കം എന്ന് പറഞ്ഞൊരു സിനിമ തോമസ് പിടിച്ചു, ഡയറക്റ്റ് ചെയ്ത്. ശ്രീനിവാസൻ്റെ ആദ്യത്തെ പടം. അതെ, അതിൻ്റെ ക്യാമറാമാൻ വിപിൻദാസ്. അങ്ങനെ ആദം അയ്യൂബ് എന്ന് പറഞ്ഞ് അതിൽ ബക്കറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടുമായിരുന്നു. അങ്ങനെ ആദം അയ്യൂബാണ് എന്നെ വിപിൻദാസ് പരിചയപ്പെടുത്തി തരുന്നത്. ശ്രീനിവാസനെ പരിചയപ്പെടുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. ബക്കർ അതിനകത്തുണ്ടായി. അതിലൊരു പയ്യനുണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സിനിമയുടെ ഒരു ആദ്യ അറിവൊക്കെ ലഭിക്കുന്നത് ഈ മണിമുഴക്കം. അതിൻ്റെ സെറ്റിലൊക്കെ ഞാൻ പോകുമായിരുന്നു. കാരണം അന്ന് ഭയങ്കര സിനിമ കാണുന്നൊരു കമ്പക്കാരനായതുകൊണ്ട് സിനിമയുടെ പുറകിൽ എന്താണെന്ന് അറിയാനും കൂടെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ എറണാകുളത്തേക്ക് ഷൂട്ടിങ് വളരെ അപൂർവമല്ലേ. അതിന് ഈ മണിമുഴക്കം വന്ന് ഭൂരിഭാഗവും ഷൂട്ട് ചെയ്ത് ഇവിടെ തന്നെയാണല്ലോ. അതെ, അപ്പോൾ അന്ന് എപ്പോഴും പോവുമായിരുന്നു അവിടെ. അങ്ങനെ തുടങ്ങിയതാണ് സിനിമയായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ബന്ധം. പിന്നീട് പൊതുവായ കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിത്തോയുടെ സ്റ്റുഡിയോയിൽ വന്നുപെടുന്ന കുറേ ചലച്ചിത്ര പ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ ചങ്ങാത്തങ്ങളിൽ നിന്ന്. എനിക്കൊന്ന് കിത്തോ ആയിരിക്കണം മലയാളത്തിലെ ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ഡിസൈനർ. തുടക്കകാലത്തിന് ശേഷം ഇടയ്ക്കൊന്ന് വിട്ടുനിന്നു. അല്ലല്ല, അതിനൊക്കെ മുമ്പേ PN മേനോൻ ഒരുപാട് ബാലാജിയുടെ ഒക്കെ ആദ്യകാല തമിഴ് ചിത്രങ്ങൾ വരെ PN മേനാണ് പബ്ലിസിറ്റി ചെയ്തത്. മേനോൻ ചേട്ടൻ സംവിധാന രംഗത്തേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് പുള്ളി അത് വിട്ടുപോകുന്നത്. അപ്പോൾ അന്ന് VM ബാലനുണ്ടായിരുന്നു, ഭരതൻ ചെയ്തിരുന്നു. അതെ, ഇതിൻ്റെയൊക്കെ ഇടയിൽ അല്പം അകലത്തോടെ നമ്മളോട് പെരുമാറുകയും പിന്നീട് അടുത്തപ്പോൾ കൂടുതൽ അടുക്കുകയും ചെയ്ത ഒരാൾ കൂടിയുണ്ട്, JC. ഇതെല്ലാം ഒരു നമ്മളെക്കാൾ മുമ്പേ തുടങ്ങിയവരെങ്കിലും ഒരുമിച്ചുള്ള പ്രയാണത്തിൽ സഹയാത്രികരായി മാറിയവരാണ്. അങ്ങനെ ഒരു സിനിമ കാലം കൊച്ചിയിലുണ്ടായിരുന്നു. ആ സിനിമ കാലത്തിന് ഇന്നുള്ള സിനിമ കാലത്തേക്കാൾ വലിയ പ്രത്യേകത, നമ്മളൊക്കെ തമ്മിൽ മത്സരം ഉണ്ടായിരുന്നപ്പോഴും നമുക്കിടയിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിൻ്റെ ഇഴുക്കത്തിനൊരു കുറവില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ ചെല്ലുക, വീട്ടുകാർ തമ്മിൽ ബന്ധമുണ്ടാവുക, എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഓടിയെത്തുക, അത്യാവശ്യം ഒരു 100 രൂപ വേണമെങ്കിൽ മറ്റയാളുടെ പോക്കറ്റ് കയറ്റി എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്ത വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു നമുക്ക്. അതിന്ന് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ കുറവാണ്. നമ്മൾ ഈ 100 രൂപ എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരുപാട് അക്കങ്ങൾ ചേർന്നുകൊണ്ടാവുമ്പോൾ വ്യക്തികൾ കുറേ കൂടെ കോമ്പാക്റ്റ് ആകുമെന്ന് പറഞ്ഞു. അതെ, അവരെല്ലാം ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് ഒതുങ്ങുന്നു, അങ്ങനെ ധ്രുവങ്ങളായി മാറുന്നു. അത് സിനിമയുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തെയും ബാധിച്ചിട്ടുണ്ട്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ചാമരത്തിൻ്റെ തിരക്കഥാവർക്കിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ സ്വാമി കൂടെയുണ്ട്. ബാലകൃഷ്ണൻ മങ്ങാടിൻ്റെ നോവലുമായിട്ടാണ് നമ്മൾ ഭൂതത്താൻ
ഡാംസിലെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ പോയി താമസിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ തലവേദന ഉണ്ടായിരുന്നൊരു കഥാപാത്രമുണ്ട് ആ നോവലിൽ, നളനാക്ഷൻ എന്ന് പറഞ്ഞു. അയാളെ ഒരു വിധത്തിലും നമ്മുടെ ഒരു ദൃശ്യാഖ്യാനത്തിൽ മെരുക്കിയെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വാമി വളരെ അലസമായി പറഞ്ഞാണ്, അവനെങ്ങടുത്ത് ദൂരെ കളഞ്ഞാൽ പോരെന്ന്. അതായിരുന്നു ആ സിനിമയുടെ ഇന്നുള്ള ഫോമിലേക്കുള്ള ഓപ്പണിങ്. സ്വാമിക്ക് അതിൽ ക്രെഡിറ്റില്ല, യാതൊരു തരത്തിലുള്ള പങ്കാളിത്തം ഇല്ലാതിരുന്നിട്ടും ഒരു സുഹൃത്ത്, തനിക്ക് പരിചയമുള്ളൊരു നിർമ്മാതാവ്, പരിചയമുള്ള ഇഷ്ടം തോന്നുന്ന ഒരു സംവിധായകൻ, അവരുടെ ഒരു ചലച്ചിത്ര എന്താ പറയുക ശില്പത്തിൻ്റെ കൂടെ ചേരുക എന്ന് പറയുന്നത് സ്വാമി അനുഭവിച്ചിരുന്ന, അഭിരമിച്ചിരുന്ന ഒരാളാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊക്കെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഡെന്നീസ് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടെ ചെല്ലുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് നമ്മൾ കരുതിയിരുന്നു. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു പാലം നമ്മുടെ സിനിമയ്ക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് മദ്രാസിൽ ഞാൻ ചെല്ലുമ്പോഴും ഉണ്ട്. ഞാൻ ഭരതൻ്റെ കൂടെയും മോഹൻ്റെ കൂടെയും സജീവമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അന്ന് പത്മരാജനും ഇവരോടൊപ്പം സഹകരിക്കുന്ന ആളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മുറിയിൽ ഞാനും ഭരതനും കൂടെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ മോഹനും പത്മരാജനും ഇരിക്കും. അവിടെ എവിടെയെങ്കിലും ഒരു മുറിയിൽ KG ജോർജ് ഇരുന്ന് സ്വന്തം സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടാവും. അരവിന്ദൻ എന്തെങ്കിലും സിനിമ ആവശ്യത്തിന് വന്ന് ഇവരെല്ലാം കൂടെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടിയിട്ട് ആരുടെയെങ്കിലും തിരക്കഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക, പാട്ടും സതിരുമായിട്ട് രാവ് ഇരുട്ടുക, അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്ത വ്യക്തിബന്ധത്തിൻ്റെ ഒരു ഇഴുക്കവും ആർജവും ഉണ്ടായിരുന്നു അന്നത്തെ. ഇന്നറിയില്ല, ഒരുപാട് പേര് അറിഞ്ഞുകൂടാ, എനിക്കറിയില്ല, ഞാൻ സിനിമയിൽ സജീവമല്ലാത്തതുകൊണ്ട് അത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടോ. അല്ല, ഇന്ന് വളരെ സെക്ടർ വൈസാണ്. ഒരുപാട് പേര് പരസ്പരം പരിചയമില്ലാത്തവരെന്നാൽ പരിചയം ഉണ്ടെങ്കിൽ പോലും പരിചയമുള്ളതായിട്ട് ഭാവിക്കില്ല. എല്ലാവർക്കും എന്തോ ഒരു ഭയമാണ്. ഞാനിപ്പോഴും അസൂയോടുകൂടിയോ അഹങ്കാരത്തോടെയും മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വിഷ്വല്, ജോഷി തൻ്റെ കാർ ഓടിക്കുകയും ഇടതുവശത്ത് അടൂർ ഗോപാലകൃഷ്ണനും പുറകിൽ ഫാസിലും ഹരിഹരനും ഒപ്പം ഇരുന്നുകൊണ്ട് ഒരു ഫംഗ്ഷന് വന്നിറങ്ങുമ്പോൾ അതിലൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു ഫിലിമി കൾച്ചർ ഉണ്ടല്ലോ. അതായിരുന്നു മാക്ടയുടെ കൊടിക്കൂറ. ഞാൻ പറഞ്ഞു വന്നത് അത് മാക്ടയ്ക്ക് നഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ളൊരു സൗഹൃദത്തിൻ്റെ ഒരു എന്താ പറയുക സബ്ലൈം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സിനിമയ്ക്കും അത് നഷ്ടപ്പെട്ടതെന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചാൽ ദിലീപ് സിനിമാ നടനാവാൻ കാരണം മാക്ടാന്ന് ഞാൻ പറയും. കാരണം അന്ന് ഏതോ ഒരു കമലിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒറ്റപ്പാലത്ത് നടക്കുക. അപ്പോൾ ഞാനന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഞാനും AK സായനും കൂടെ കമലിനെ കാണാൻ ഒറ്റപ്പാലത്ത് പോയപ്പോൾ ഈ വരിക്കാശ്ശേരി മനയോ സംതിങ് ലൈക്ക് ദാറ്റ് എവിടെയും കണ്ടായിരുന്നു ഷൂട്ടിങ്. അവിടെ ചെന്നപ്പോൾ ദിലീപ് കമലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഇവരൊക്കെ ഉണ്ട്, വേറെ ആരൊക്കെ ഉണ്ട് കമലിൻ്റെ കൂടെ, ലാൽ ജോസ് അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനും കമലായിട്ടൊക്കെ സംസാരിച്ച് പോലെ ഫോമൊക്കെ ഒപ്പിട്ടുന്ന എല്ലാം കഴിഞ്ഞ് അപ്പോൾ ദിലീപ് ഓടി വന്ന് എന്നോട് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ദിലീപിനെ കണ്ടിട്ടുണ്ട് ഈ മിമിക്രിയിൽ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് കണ്ടു പോയി, എന്നാലും പക്ഷേ ആളെയൊന്നും അറിയില്ല. ഇങ്ങനെ പരിചയപ്പെട്ടു, പേരൊക്കെ പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ സൈന്യം എന്നൊരു പടം ജോഷിയായിട്ട് ചെയ്യാനുള്ള അതിൻ്റെ പ്ലാനിങ് സ്റ്റേ. അപ്പോൾ അതിനെക്കുറിച്ച് പേപ്പറിലൊക്കെ ഒരുപാട് ന്യൂസൊക്കെ വന്നു. ഇങ്ങനെ 10-12 പുതുമുഖങ്ങൾ അതിൽ കാഡറ്റ്സായിട്ട് ആവശ്യമുണ്ട്, എയർഫോഴ്സ് കാഡറ്റ്സായിട്ട് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ പരസ്യങ്ങളൊക്കെ വന്ന സമയമാണ്. അപ്പോൾ എന്നോട് തന്നെ ദിലീപ് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടണം എന്ന് ജോഷി സാറോട് പറയണം. ഞാൻ പറയും നീ എറണാകുളത്ത് വരുമ്പോൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ദിലീപ് എന്ന് എന്നെ വിളിക്കണു, ജോഷിയെടുക്ക് പറഞ്ഞു. ഞാനും ജോഷിയെടുത്ത് ചെല്ലണു, ഇവൻ ജോഷിയുടെ മുമ്പിൽ പെർഫോം ചെയ്ത് കാണിച്ചിരുന്നു. അങ്ങനെ ജോഷി സെലക്ട് ചെയ്യണു ദിലീപിനെ. അപ്പോൾ ആക്ച്വലായിട്ട് അന്നേ ചിലപ്പോൾ അല്ലെങ്കിൽ ദിലീപ് വരും, കാരണം ദിലീപ് ഈസ് എ ടാലൻറ്റഡ് മാൻ, അവനെങ്കിലും വരാതിരിക്കില്ല. പക്ഷെ എന്നാലും ഈ മാക്ട ഒരു കാരണമായി, നിമിത്തമായി. നമ്മളൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയൊരു സിനിമയും അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്ന സിനിമയുടെ ഒരു തലമുണ്ടല്ലോ, ഡെഫിനറ്റ്ലി അതിലൊരു മാറ്റത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഈ ജനറേഷൻ പകുത്ത് മാറ്റിയുള്ള മാറ്റമല്ല ഞാൻ പറയുന്നത്. സിനിമയുടെ ക്രാഫ്റ്റിൽ ഒരു വല്ലാത്ത വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത് വളർന്നുകൊണ്ടിരിക്കുന്നൊരു സാങ്കേതിക മാധ്യമം എന്നുള്ള നിലയിൽ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴും സിനിമയെ സ്വാധീനിക്കും. അതുണ്ടായിട്ടുണ്ട്. മനസ്സിൻ്റെ സഞ്ചാരവേഗം ജനറേഷൻ ടു ജനറേഷൻ മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് പറയുന്നതിന് ഇപ്പോൾ ഞാനും സ്വാമി എഴുതി തുടങ്ങുന്ന കാലത്ത് ഒരു പ്രണയ ലേഖനം എഴുതി അത് വളരെ ഗോപ്യമായി കാമുകിക്കോ കാമുകനോ കൈമാറുന്ന രംഗം നമുക്ക് എഴുതാം. ഇന്നത് എഴുതിയാൽ ഇറ്റ് ലുക്സ് അബ്സേർഡ്. കാരണം ഒരു മൊബൈൽ ഫോണിലൂടെ കൈമാറാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കത്തെഴുതാനെന്ന് ആരും തയ്യാറാണ്. അത്തരം മാറ്റങ്ങൾ മാറ്റിവെച്ചാൽ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു സ്ഫടികമുണ്ടല്ലോ, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളുടെ നാടകീയ സന്ധികളെ വിന്യസിപ്പിക്കുന്ന ഒരു രീതി, അതിലും പ്രകടമായൊരു മാറ്റം സംഭവിച്ചു. ജോണെ, അതിനോട് എനിക്ക് ഒരു പൂർണ്ണമായ യോജിപ്പില്ല. കാരണം ഞാനത് വളരെ കീനായിട്ട് വാച്ച് ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ നല്ലപോലെ ജനങ്ങളുടെ തൃപ്തിയോടെ ഓടിയ സിനിമകളുടെയൊക്കെ ഒരു നെറ്റ്വർക്ക് എടുത്ത് നോക്കിയാൽ ആ കഥകളിലൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതും നമുക്ക് മുമ്പുള്ളവരും പിൻപുള്ളവരും ചെയ്തിട്ടുള്ളൊക്കെ അംശങ്ങൾ അതിനകത്തുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അതിനെ അനുപാതപ്പെടുത്തുന്ന രീതിയിലൊരു വ്യത്യാസമുണ്ട്.
ഡ്രമാറ്റിക് കണ്ടന്റിനെ പല ആംഗിളിൽ നമുക്ക് മേ ബി ഇത് സ്റ്റോറി ടെല്ലിങ് വേ മേ ബി ഇപ്പം ഞാനിപ്പോൾ ജോണിപ്പോൾ പറഞ്ഞില്ലേ ഈ ഒരു പ്രേമലേഖനത്തിൻ്റെ കാര്യം സെയിം സാധനമുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ തട്ടത്തിൻ മറയത്ത് നമ്മുടെ ഇവൻ ചെയ്ത പടത്തിൽ വിനീത് ചെയ്ത പടത്തിനകത്ത് അതിനകത്ത് ഇതേപോലെ ഒരു പ്രേമലേഖനം എഴുതുന്ന അത്ര സുഖം കിട്ടില്ല ഒരു SMS-ലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രേമലേഖനം എഴുതി അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് മുഖാന്തരം ആ ലെറ്റർ ആ പെൺകുട്ടിയെ ഏൽപ്പിക്കുകയും അതിന് മറുപടി കിട്ടുകയും ചെയ്യുന്നൊരു സംഭവം കാണുമ്പോൾ ആളുകൾ ഭയങ്കരമായിട്ട് പ്ലഷറാണ് അതിലുള്ളത്. അപ്പം അത് പക്ഷേ അത് ആ ഒരു അപ്രോച്ചിന് നോവൽറ്റി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ എനിക്ക് തോന്നുന്നത് ഈ പുതിയ ജനറേഷൻ എന്ന് അത് ചെയ്യുന്നവരല്ല അവകാശപ്പെടുന്നത്, അവരിൽ ആരോപിക്കുന്ന ഒരു വിശേഷണമാണിത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ പത്മരാജൻ്റെ അരപ്പട്ട് കെട്ടിയ ഗ്രാമം അതിനേക്കാൾ സ്ഫോടനാത്മകമായ ഒരു പ്രമേയം അതിനുശേഷം ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. കാരണം അത്രയും റെവല്യൂഷണറി റിവോൾട്ടിങ് കണ്ടന്റുള്ള, അതുപോലെ എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം വിപ്ലവകരമായ പുതുമകൾ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് നമുക്ക് മുമ്പുള്ളവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നു. ഇനിയുള്ളവരും അത് ചെയ്യാനുള്ളവരാണ്. നിലവിലുള്ളതിനെ തിരുത്തിക്കൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടുമാണ് എപ്പോഴും പുതുത് കടന്നു വരുന്നത്. അതിനെ ഒരു ജനറേഷൻ കൊണ്ട് അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതിലേ അസംബന്ധമുള്ളൂ. ഈ ന്യൂ എന്ന് പറയുന്നതിൻ്റെ നിർവചനം എവിടെ തൊട്ട്, ഇന്ന് രാവിലെ തൊട്ടോ ഇന്നലെ രാവിലെ തൊട്ടോ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. എന്നും ഒരു പ്രഭാതം ഉണരുന്നത് പുതുതായിട്ടാണ്. അതൊക്കെ ഈ പറയുന്ന പോലെ പുറത്തുള്ളവരുടെ വ്യാഖ്യാനം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ വേഷഭൂഷാദികളിൽ ബാക്കിയുള്ള പാപ്പനംകോട് ലക്ഷ്മണനും എസ്.എൽ.പുരം സദാനന്ദനും തോപ്പിൽ വാസിയും കെട്ടി മുഹമ്മദ് എഴുതിയതല്ലല്ലോ സ്വാമി ഞാൻ എഴുതിയത്. നമ്മൾ എഴുതിയതല്ലല്ലോ ലോഹിദാസ് എഴുതിയത്. ലോഹിദാസ് എഴുതുന്നതല്ലല്ലോ ഇന്നത്തെ ബോബി സഞ്ജയ് മുതലായ കുട്ടികൾ എഴുതുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും. ഇവരെഴുതുന്നതിനും മാറ്റം വരും. ഈ മാറ്റങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കാൻ കഴിയാമെന്ന് പറയുന്നത് അത്ഭുതകരമായ ജീനിയസ് എലിമെൻ്റ് ഉള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. പക്ഷേ മാറ്റങ്ങൾക്കപ്പുറത്തും സ്ഥായിയായ ചില മനുഷ്യവികാരങ്ങളുണ്ട്. അത് പറയുന്നവർക്ക് എന്നും അവരവതരിപ്പിക്കുന്ന ജീവിതം പ്രേക്ഷകന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഫീൽ ചെയ്യാൻ കഴിയും. നമ്മുടെ സിനിമ പലപ്പോഴും ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ട്. അതെല്ലാ കാലഘട്ടത്തിലും നിന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം കുറ്റമല്ല അത്. എല്ലാ കാലഘട്ടത്തിലും ജീവിതത്തോട് സമരസപ്പെടാതെ നിന്നിട്ടുള്ള എസ്കേപ്പിസ്റ്റ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏത് കൊമേഴ്ഷ്യൽ സിനിമയിലും ഇറങ്ങിയിട്ടുണ്ട്, ഇതര വിഭാഗ സിനിമയിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാഴ്ചെടികൾ എല്ലാ കാലഘട്ടത്തിലും വിളകൾക്കിടയിലും വളർന്നു പോന്നിരുന്നു. അതിനൊരു പ്രത്യേക കാലഘട്ടത്തോട് ചേർത്ത് അടയാളപ്പെടുത്തുന്നത് മാധ്യമങ്ങളുടെ വിവരദോഷമെന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ചരിത്രം പഠിക്കാത്തവർ പറയുന്ന അസംബന്ധമാണത്. സിനിമയുടെ ഒരു 40 to 50% to 60% കോൺട്രിബ്യൂഷൻ ടെക്നോളജിയാണ്. അപ്പോൾ അതിൽ വന്ന വ്യത്യാസങ്ങൾ അത്ഭുതകരമാണ്. ഞാൻ ഈ ക്രിസ്റ്റഫർ നൊളാൻ എന്നും പറഞ്ഞ് ഇന്നത്തെ വളരെ കറണ്ട് ജനറേഷൻ ഒരു ഡയറക്ടറുണ്ട്. ഏറ്റവും പോപ്പുലറായ ഒരു ഡയറക്ടറാണ് ഹോളിവുഡിൽ. ബേസിക്കലി ഈസ് ഇംഗ്ലീഷ് മാൻ. അയാളുടെ പടങ്ങളെല്ലാം ചരിത്രപ്രസിദ്ധമായ വിജയങ്ങളാണ്. ഈ ബാറ്റ്മാൻ അങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷെ അയാൾ അങ്ങനത്തെ ഫാൻറ്റസി കഥകളിൽ പോലും ഈ ഹ്യൂമൻ എലിമെൻറ്റ്സ് ഉണ്ടാവും. അയാളുടെ പടങ്ങളുടെ ഏറ്റവും വലിയ വിജയം അയാൾ എമോഷൻസും ഫാൻറ്റസിയും തമ്മിൽ കറക്റ്റായിട്ട് നല്ല അളവുകളിലെ കൃത്യതയാണ് ഏത് തരം സിനിമയാണെങ്കിലും അത് പ്രേക്ഷകൻ്റെ ജീവിതമാക്കി അവന് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളൊരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മുടെ സിനിമ പലപ്പോഴും വളർന്നെത്തുന്നില്ല. അത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ അങ്ങനത്തെ സിനിമയെ ഓടിയിട്ടുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ദിലീപിൻ്റെ ടൈപ്പ് സിനിമകൾ, അതിനകത്ത് നമ്മളൊന്നും നോക്കില്ല. അതിനകത്ത് പടം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ ഉള്ള അയാളുടെ അവന് മാത്രം കഴിവുള്ള ചില പ്രത്യേക സ്റ്റൈൽ പ്രസൻറ്റേഷൻസ് ഉണ്ട് കാര്യങ്ങൾ. അതിനകത്ത് ലോജിക്കൊന്നും നോക്കത്തില്ല. അത് ജനങ്ങളിൽ നിന്നും വലിയൊരു വിഭാഗം ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് അവൻ്റെ പടങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ അതിനെ കുറ്റം പറഞ്ഞാലും ഇപ്പുറത്ത് വലിയൊരു വിഭാഗം അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാത്ത സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ മേ ബി അവരുടെ അപ്രോച്ചും അതിൻ്റെ വിഷ്വലൈസേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവുക.